ശുദ്ധപരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ ജീവിതം സക്രാരിയിൽ നിന്നൊഴുകുന്ന ദിവ്യപ്രഭയുടെ ഔദാര്യമാണ്. അവിടെ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമുണ്ട്. ദിവ്യകാരുണ്യ ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മളിപ്പോൾ ശ്രമിച്ചത് വിശുദ്ധ ജോൺ 23 മാർപ്പാപ്പയുടെ വാക്കുകളാണ്. നമ്മുടെ ജീവിതം അത് സക്രാരിയോട് ചേർന്ന് ദിവ്യകാരുണ്യ ഈശോയോട് ചേർന്ന് ഉള്ളതായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഇവിടെ ഈ ദിവ്യകാരുണ്യ ഈശോയിലുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് 24 മണിക്കൂർ ഇവിടെ തമ്പുരാന്റെ സന്നിധിയിൽ ആയിരിക്കുവാനായിട്ട് ആളുകൾ കടന്നു വരുന്നത്. അവരുടെ സമയം, അവരുടെ ആരോഗ്യം അവരിവിടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്, നിശബ്ദമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്, പാട്ടുകൾ പാടി ഈശോയെ ആരാധിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഒരു മടിയും കൂടാതെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അത് ദിവ്യകാരുണ്യ ഈശോ മാത്രമാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമുക്കും ഈ ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. എൻ്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എൻ്റെ ഏറ്റവും വലിയ ശക്തി അത് ദിവ്യകാരുണ്യ ഈശോയാകട്ടെ. എൻ്റെ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് ഞാൻ നടന്നെടുക്കുമ്പോൾ എൻ്റെ ജീവിതം അനുഗ്രഹപൂർണമാകും എന്നൊരു തിരിച്ചറിവുണ്ടാകട്ടെ. എൻ്റെ ജീവിതം അത് ദിവ്യ സക്രാരിയിൽ നിന്നൊഴുകുന്ന ദിവ്യപ്രഭയുടെ കേന്ദ്രമായിട്ട് മാറിത്തീരുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തെളിയാത്ത പാതകളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉരുകാത്ത ഹൃദയങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഒഴിയാത്ത ബാധകളില്ല.